ഹലോ, ഹിയർ ഔട്ട് മൈ ഹെൽത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഉപവാസത്തെക്കുറിച്ചാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇടവേളയിൽ ഒരു ദിവസത്തിലോ ഒരു മാസത്തിൽ കുറച്ച് ദിവസങ്ങളിലോ ഒരാഴ്ചയിൽ കുറച്ച് ദിവസങ്ങളിലോ നമ്മൾ ഭക്ഷണം കഴിക്കുകയും എന്നാൽ കുറച്ചേറെ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കലോറി റെസ്ട്രിക്ഷൻ അല്ല. അതായത് നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തിക്കാനും നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കലോറികളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. അതുപോലെ അതൊരു പട്ടിണി കിടക്കലും അല്ല. പട്ടിണി കിടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ഇൻവോളണ്ടറി ആയി ഒരു കലോറി ഡെഫിസിറ്റ് ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുകയും ബോഡി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പട്ടിണി കിടക്കൽ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പട്ടിണി കിടക്കലല്ല. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെസിഫിക് പീരീഡിൽ ഫുഡ് എടുക്കുകയും കുറച്ചേറെ സമയം ഫുഡ് കഴിക്കാതിരിക്കുകയും എന്നാൽ ശരീരത്തിന് ആവശ്യമായ ജലാംശവും മറ്റ് ഫ്ലൂയിഡ്സുമെല്ലാം ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ പുറത്തേക്ക് തള്ളാനും ശരീരം ശുദ്ധമായി സൂക്ഷിക്കാനും ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ളൊരു സമയവും ഒക്കെയാണ് നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് വഴി കൊടുക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഓട്ടോഫാജി. ഓട്ടോഫാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മോശമായ സെല്ലുകളെ റീസൈക്കിൾ ചെയ്യാനും ശരീരത്തിന് മൊത്തത്തിലൊരു ഉന്മേഷാവസ്ഥ ഉണ്ടാക്കാനും പുതിയ സെല്ലുകളെ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ ഒരു ഹൈ ഫാറ്റ് ലോ കാർബോഹൈഡ്രേറ്റ് അപ്രോച്ചാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജിക്ക് വേണ്ടി കാർബോഹൈഡ്രേറ്റിനെ ബേൺ ചെയ്യുന്നതിന് പകരം കൂടുതലായിട്ടും ഫ്യൂവലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫാറ്റിൻ്റെ ബേണിംഗ് ആയിരിക്കും. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിന് കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. അതായത് അത് നമ്മുടെ മെറ്റബോളിക് ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഇപ്പം നമ്മുടെ ശരീരത്തിൽ നല്ലൊരു എനർജി ലെവൽ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വളരെ നാളത്തേക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കേണ്ടതിന് കുറച്ച് ഫ്രീക്വൻസി ഉണ്ട്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ 3-4 ദിവസമോ ഒന്നും നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുക ഒരാഴ്ചയിലെ കുറച്ച് ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തിലെ കുറച്ച് ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ തന്നെ കുറച്ച് മണിക്കൂറായിരിക്കും നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഒരുപാട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡുകളുണ്ട്. അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡാണ് 16/8. അതായത് ഒരു ദിവസത്തിൻ്റെ 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുകയും എന്നാൽ ബാക്കിയുള്ള 8 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിനെയാണ് 16/8 മെത്തേഡ് എന്ന് പറയുന്നത്. ഈ 16/8 ഭക്ഷണം കഴിക്കാത്ത 16 മണിക്കൂർ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. കൂടുതലായിട്ടും ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ഒരു ലോങ് നൈറ്റ് പീരീഡ് ആയിരിക്കും. അതായത് വൈകിട്ട് ഒരു 8 മണി കൊണ്ട് നമ്മുടെ ഡിന്നർ നിർത്തി പിറ്റേന്ന് ദിവസം രാവിലെ ഒരു 12 മണി വരെ ഫാസ്റ്റിങ്ങിലായിരിക്കും. അത് കഴിഞ്ഞ് 12 മണി മുതൽ ഒരു 7-8 മണി വരെയുള്ള ടൈം പീരീഡിൽ നമ്മൾ കഴിക്കാനുള്ള ഫുഡ് അതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യവും അനുസരിച്ച് കഴിക്കും. അതുപോലെ മറ്റൊരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഓൾട്ടർനേറ്റീവ് ഡേറ്റ് ഫാസ്റ്റിംഗ്. അതായത് ഒരു ദിവസം ഭക്ഷണം കഴിക്കുകയും നോർമലായിട്ട് പിന്നെയുള്ള അടുത്തൊരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് 5:2 ഡയറ്റ്. അതായത് ആഴ്ചയിലെ 5 ദിവസം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കുകയും അത് കഴിഞ്ഞുള്ള 2 ദിവസം, അത് അടുപ്പിച്ചുള്ള 2 ദിവസം ആവില്ല,
തിങ്കളും ചൊവ്വയും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബുധന് ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ വ്യാഴവും വെള്ളിയും കഴിക്കുക, പിന്നെ ശനി കഴിക്കാതിരിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു 2 ദിവസം ഫുഡ് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് 5:2 ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ചയിലുള്ള ഏതെങ്കിലും ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക. ഈ 5:2ഉം ഈ സ്റ്റോപ്പ് ഈസ്റ്റും ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നോർമൽ പ്രോസസ്സാണ്. മനുഷ്യജീവികൾക്ക് കുറേ നേരം ഫുഡ് കഴിക്കാതെയും സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പട്ടിണിയും അല്ലെങ്കിൽ യുദ്ധവും ഒക്കെ വന്ന് വരുന്ന സമയത്ത് കുറേ കാലം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഭക്ഷണമൊന്നും ഇല്ലെങ്കിലും ആളുകൾ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാ ദിവസവും 3 നേരം കൃത്യമായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നും നമ്മുടെ ശരീരത്തിന് ഇല്ല. പിന്നെ ഇത് വളരെ കാലമായിട്ട് നമ്മുടെ പല മതാചാരങ്ങളുടെ ഭാഗമായിട്ടും പല കൾച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിൽ പലതരത്തിലുള്ള ഉപവാസങ്ങളുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും മറ്റു മതക്കാരുടെ ഇടയിലുമെല്ലാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഉപവാസങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഫാസ്റ്റിംഗ് ആണ്. അതുകൂടാതെ നമ്മുടെ ശരീരം എല്ലാ ദിവസവും നാച്ചുറലി ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓവർനൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വരെയുള്ള സമയത്ത് നമ്മുടെ ശരീരം ഫാസ്റ്റിംഗ് ആയിരിക്കും. അതും ഒരുതരം ഫാസ്റ്റിംഗ് ആണ്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ശരീരത്തിനെ മൊത്തത്തിലൊന്ന് ഉന്മേഷം ഉണ്ടാക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാസ്റ്റിംഗ് നടത്തുന്നത് വഴി നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഇത് പല തരത്തിലുള്ള മെക്കാനിസം വഴി ഇത് സഹായിക്കുന്നുണ്ട്.